കൃഷ്ണാവതാരം. കൃഷ്ണനും രുക്മിണിയും. ഒരു ദിവസം കൃഷ്ണനും രുക്മിണിയും കൂടി മഞ്ചത്തിലിരുന്ന് തമാശ പറയുകയാണ്. കൃഷ്ണൻ പറയുക, ദേവിയെപ്പോലെ നിർഭാഗ്യമായ ഒരു പെൺകുട്ടി വേറെ ഉണ്ടാവില്ല. വാസ്തവത്തിൽ ദേവിക്ക് വലിയ തെറ്റാണ് പറ്റിയത്. കാണാൻ ഭംഗിയില്ലാത്ത, നിറമില്ലാത്ത എന്നെ ആണല്ലോ ദേവിക്ക് ഭർത്താവായി കിട്ടിയത്. രാജ്യത്വമില്ല, കുലമഹിമയില്ല, ക്ഷത്രിയ അധികാരമില്ല, ശാപം കിട്ടിയ കുലമാണ്, ജരാസന്ധനെ പേടിച്ച് ഓടിയ ഭീരുവാണ്. ഇങ്ങനെയുള്ള എന്നെ കല്യാണം കഴിച്ചതേ തെറ്റായിപ്പോയി. ദേവിയുടെ സഹോദരൻ രുക്മിയും അച്ഛനും എത്ര സൗന്ദര്യമുള്ളവരാണ്. കല്യാണം കഴിക്കുമ്പോൾ തുല്യതയുള്ളവരെ നോക്കി വേണ്ടേ കല്യാണം കഴിക്കാൻ? എന്തായാലും കഷ്ടമായി പോയി. അപ്പോൾ രുക്മിണി ചോദിച്ചു, എന്താണ് അങ്ങേക്ക് ഒരു സൗന്ദര്യക്കുറവ്? അതല്ല ദേവി, സുന്ദരനും യുവകോമളനുമായ ശിശുപാലനെയല്ലേ ദേവി വിവാഹം കഴിക്കേണ്ടത്? അല്ലെങ്കിലും 16,000 ഭാര്യമാരെ കല്യാണം കഴിച്ചാൽ ഞാൻ എത്ര മോശക്കാരനാണ്. ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരാൾ ഇത്രയധികം പേരെ കല്യാണം കഴിച്ചതായിട്ട്? വാസ്തവത്തിൽ എനിക്ക് കല്യാണം കഴിക്കാൻ വലിയ മോഹമുണ്ടായിട്ടൊന്നുമല്ല. ആ ശിശുപാലന് ഞാനെന്ന ഭാവം കുറച്ചു കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നി. അയാളുടെ അഹങ്കാരത്തിൻ്റെ ഭക്തി ഒന്ന് താഴ്ത്താൻ വേണ്ടിയാണ് ഞാൻ അയാളുടെ മുന്നിൽ നിന്ന് ദേവിയെ തട്ടിക്കൊണ്ടുവന്നത്. അല്ലാതെ ദേവിയുടെ സൗന്ദര്യം കൊണ്ട് കണ്ടിട്ടൊന്നുമില്ല. സാരമില്ല, സമയം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഭഗവതി ഒന്ന് പ്രസവിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും ശിശുപാലൻ ദേവിയെ സ്വീകരിക്കാൻ തയ്യാറാണ്. ദേവി ഒരുങ്ങിക്കോളൂ, ഞാൻ അവിടെ കൊണ്ടാക്കിത്തരാം. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രുക്മിണി ദേവി വിചാരിച്ചു, ഭഗവാൻ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ. ദേവി അപ്പോൾ തന്നെ അവിടെ തലകറങ്ങി വീണുപോയി. വേഗം കുറച്ച് വെള്ളം തെളിച്ചിട്ട് ദേവി എഴുന്നേൽപ്പിച്ചു. അല്ല ദേവി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ദേവി അത് കാര്യമായിട്ടെടുത്തോ? സാരമില്ല, പോട്ടെ. ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കുന്ന ദേവിയെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടോ? എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതൊക്കെ കേട്ടിട്ട് ആ മുഖത്തുണ്ടായിരുന്ന പരിഭ്രമം ഒന്ന് കാണാൻ വേണ്ടിയായിട്ടാണ്. അപ്പോൾ ദേവി പറഞ്ഞു, എന്തെല്ലാം കുറവുകളാണോ അങ്ങ് പറഞ്ഞത് അത് ശരിയാണ്. നമ്മൾ തമ്മിൽ എങ്ങനെയാണ് യോജിക്കുക? ഞാൻ എതിർക്കുന്നില്ല. ഞങ്ങളെല്ലാം വികാരത്തിൽ ജീവിക്കുന്നവരാണ്, വികാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. മനസ്സിൽ തളർച്ച വന്നാൽ ഞങ്ങൾക്ക് തളർച്ചയുണ്ടാകും, മനസ്സിൽ ദുഃഖം വന്നാൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ അങ്ങ് വിചാരത്തിലും വിവേകത്തിലും ജീവിക്കുന്നവരാണ്. ഒന്നിലും അങ്ങേക്ക് കുലുക്കമുണ്ടായില്ല. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ ജരാസന്ധനെ പേടിച്ച് ഓടിയവനാണെന്ന്. അതും ശരിയാണ്. ഏത് ജരാസന്ധനെയാണ് അങ്ങ് പേടിച്ചത്? ആരാണ് ജരാസന്ധൻ? ഈ ശരീരം മാത്രമാണ് താൻ എന്ന് കരുതി ജീവിക്കുന്നവരാണ് ജരാസന്ധൻ. ജരാമരണങ്ങളിലേക്ക് ശരീരം പോകുമ്പോൾ എല്ലാവരുടെയും പല്ല് പോകും, കണ്ണു പോകും. അങ്ങ് എവിടെയാണ് ഒളിച്ചത്? അങ്ങ് എപ്പോഴും പുറത്തേക്ക് മാത്രം നോക്കുന്നവരുടെ ഹൃദയത്തിലാണ് ഒളിച്ചത്. അങ്ങനെയുള്ളവർ എപ്പോഴും പുറത്തേക്ക് മാത്രമേ നോക്കുകയുള്ളൂ, അകത്തേക്ക് നോക്കാറില്ല. തന്നെ മനസ്സിലാക്കാൻ അവർ തയ്യാറായില്ല. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാൻ മാത്രമാണ് അവർ ശ്രമിക്കുക. ഞാൻ വിവാഹം കഴിച്ചത് ആരെയാണെന്ന് അങ്ങേക്കറിയാമോ? അങ്ങയുടെ ശരീരത്തെയല്ല, എന്നെയും ഞാനാക്കുന്ന അങ്ങയെയാണ്. കുറേ രോമങ്ങളും തൊലികളും അസ്ഥിയും ഇറച്ചിയും മാറ്റിയ മലവും മൂത്രവും നിറഞ്ഞ ഈ ശരീരത്തെ ഭർത്താവായി കാണുന്നവരെ ഞാൻ കുലസ്ത്രീകൾ എന്ന് വിളിക്കാറില്ല. അവരെ മൂഢ എന്ന് മാത്രമേ വിളിക്കൂ. അവിടുന്ന് എന്നോട് കരുണ കാണിക്കൂ ഭഗവാനെ. അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അഭയം തന്ന് ഈയുള്ളവളെ കാത്തുരക്ഷിക്കൂ ഭഗവാനെ. അവിടുത്തെ പാദങ്ങളെയാണ് ഞാൻ ഭർത്താവായി കാണുന്നത്. അതുമാത്രമേ എനിക്ക് വേണ്ടൂ. ഭഗവാൻ കൃഷ്ണൻ്റെ ശരീരത്തെയല്ല, ആ ചൈതന്യത്തെയാണ് ദേവി ഭർത്താവായി സ്വീകരിച്ചത്. ശരീരം വിട്ടുപോയാലും ചൈതന്യം നിലനിൽക്കും. ഭർത്താവ് മരിച്ചുപോയേക്കാം, മക്കൾ മരിച്ചുപോയേക്കാം, എന്നാൽ അവരിൽ സ്ഥായിയായിട്ടുള്ള ചൈതന്യത്തെ ഒരിക്കലും നാശമില്ല എന്നാണ്. എന്തിനാണ് പിന്നെ നാം ദുഃഖിക്കുന്നത്? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, നീ മുത്തച്ഛനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നേക്കാം, ആചാര്യനെ മുറിവേൽപ്പിച്ചേക്കാം, എന്നാൽ അവരിലുള്ള ചൈതന്യത്തെ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയില്ല.